ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനി ഉൾപ്പെടെയുള്ളവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 10 ഇറാൻ നേതാക്കളെ കണ്ടെത്തുന്നവർക്കാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. $1 കോടി ഇനാമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, നമുക്കറിയാം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചുകൊണ്ടാണ് ഈ ഒരു സംഘർഷം തന്നെ ആരംഭിക്കുന്നത്. ആദ്യ ആക്രമണത്തിൽ തന്നെ ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇറാൻ പരമോന്നത നേതാവായി മൊജ്തബ ഖമനി, അലി ഖമേനിയുടെ മകനെ തീരുമാനിക്കുന്നത്. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടിലനുസരിച്ച് മൊജ്തബ ഖമനിക്ക് പരിക്ക് ഏറ്റിരുന്നു. ഇപ്പോൾ മൊജ്തബ ഖമനി ഉൾപ്പെടെയുള്ളവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. അതായത് യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ റെജീം ചേഞ്ച്, അതായത് എല്ലാ ഭരണകൂടത്തെ ഇല്ലാതാക്കുന്ന നീക്കത്തിലേക്ക് ട്രംപ് കടക്കുകയാണ് എന്ന് മനസ്സിലാക്കണം, അല്ലേ? തീർച്ചയായും അമൽ, ട്രംപിൻ്റെ ഒരു അവസാന പൂഴിക്കടകൻ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നോട്ടീസ് പുറപ്പെട്ടിരിക്കുന്നത്, അതായത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് ഡിപ്ലോമാറ്റിക് സെക്യൂരിറ്റി സർവീസ് എന്നാണ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മൊജ്തബ ഖമേനി, അതുപോലെ തന്നെ അലി അസ്ഗർ ഹെജ്സി എന്ന് പറയുന്ന ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ്, അദ്ദേഹത്തിനും അതുപോലെ തന്നെ കുറേ പല സൈനിക നേതാക്കൾക്കും എല്ലാം തന്നെയാണ് എതിരാണ്. ഈ 10 പേർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ലുക്കൗട്ട് നോട്ടീസിന് സമാനമായ രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കോമണായി പരിചയമുള്ള ലുക്കൗട്ട് നോട്ടീസ് പോലുള്ള ഒരു സംവിധാനം പോലെ ഒരു നോട്ടീസാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നവർ ഇറാനിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ്. ഇവരെ കണ്ടെത്തുന്നവർക്ക് $10 ബില്യൺ റിവാർഡ് ഉണ്ട് എന്ന ഒരു നോട്ടീസാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്നും വളരെ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് 10 പേരെ കൂടി, അതായത് നേരത്തെ അമൽ പറഞ്ഞതുപോലെ ഇന്നലെ ലഭിച്ച വിവരങ്ങളനുസരിച്ച് ഒരു കാൽ നഷ്ടപ്പെട്ടു, പരിക്കേറ്റ് മൊജ്തബ ഖമേനിയുടെ ഒരു കാൽ നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നുവെങ്കിൽ കൂടി ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെ കണ്ടെത്തുന്നവർക്ക് കൃത്യമായി റിവാർഡ് നൽകുമെന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാരിതോഷികങ്ങൾ നൽകുമെന്ന ഒരു പ്രഖ്യാപനം US-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. US വളരെ കൃത്യമായി നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും ഏതാണ്ട് 6 പേരെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് 6 പേരുടെ പേരും വിവരങ്ങളും അവരുടെ പദവിയും പറയുന്നുണ്ട്. മറ്റ് 4 പേർ അവരുടെ പദവി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ 10 പേരെയും കണ്ടെത്തുകയും അവരെ കൃത്യമായി കണ്ടെത്തി നീക്കങ്ങൾ നടത്തുന്നതിന് സഹായിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അന്തിമ നീക്കം തന്നെയാണ് നടത്താനിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും ഉന്മൂലനാശം വരുത്തുക, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരു ഓപ്പറേഷനിലൂടെ തകർക്കുക എന്നൊരു നീക്കമാണ് നടക്കാനിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുന്നോടിയായി നമുക്കറിയാവുന്നതാണ്, ഖർക്കിലൊക്കെ നടന്ന ആക്രമണത്തിൽ സൈനിക സംവിധാനങ്ങൾ തകർക്കുകയും പശ്ചാത്തല സൗകര്യങ്ങൾ തകർക്കുകയും ചെയ്ത് അവിടെയുള്ള എണ്ണ സംഭരണശാലകളെ ഒരു സന്നിഗ്ധാവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല നയതന്ത്രപരമായ നീക്കങ്ങൾ, യുദ്ധതന്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായ നീക്കങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഈ നീക്കം ഇന്നലെ രാത്രിയോടെയാണ് ഈ നീക്കത്തിൻ്റെയും ഈ നോട്ടീസ് പോലുള്ള സംവിധാനം, അല്ലെങ്കിൽ ഈ പ്രഖ്യാപനമെല്ലാം പുറത്തു വരികയും ചെയ്യുന്നത്. തീർച്ചയായും ഒരു അന്തിമ നീക്കം, ഈ റെജിം ചേഞ്ചിലേക്കുള്ള ഒരു അന്തിമ നീക്കം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതിന് ഏറ്റവും ഒടുവിലെ തെളിവായി തന്നെ നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കും. ഇവരെ എല്ലാം കണ്ടെത്തി ഇവരെ നശിപ്പിച്ച ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ലോകത്തിന് ഭീഷണിയാകുന്ന ഭീകര സ്വഭാവമുള്ള നീക്കങ്ങളെ പ്രതിരോധിക്കുക എന്ന കൃത്യമായ നിലപാട് കൂടി അറിയിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊക്ലമേഷൻ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവമുള്ളൊരു സാഹചര്യം ഇതിന് പിന്നിലുണ്ട്. തീർച്ചയായും ഒരു അന്തിമഘട്ടത്തിലേക്ക് അധികം വൈകാതെ തന്നെ ഇറാനിലെ സകല നേതാക്കന്മാരെയും, അല്ലെങ്കിൽ ഈ ഇസ്ലാമിക് റെജിമിൻ്റെ, ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെയും ഒക്കെ ഉന്നത നേതാക്കളെ എല്ലാം തന്നെ തകർത്തെറിഞ്ഞ് ഇസ്ലാമിക ഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റ് സമാന്തര സംവിധാനങ്ങൾ, സെലൻസ്കിയുടെ റിസ പഹൽവി കൂടിക്കാഴ്ചയൊക്കെ ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ ഒരു വാർത്ത കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നതും ഏറെ പ്രസക്തമാണ്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ യുദ്ധം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ദിവസങ്ങളായി 28-ന് ആരംഭിച്ച യുദ്ധം ഇന്നിപ്പോൾ 15ഓളം ദിവസങ്ങൾ നീണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും അധികം വൈകാതെ ഇറാൻ യുദ്ധം അവസാനിക്കുകയും അവിടെ റെജിം ചേഞ്ചിലേക്ക് എത്തുകയും ചെയ്യുമെന്ന പല രാഷ്ട്രീയ സൂചനകൾ വരുന്നു, സൈനിക സൂചനകൾ വരുന്നു. അന്തിമമായ നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന സൂചന ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അമൽ, അത് തന്നെയാണ് ഐസൺ. പിന്നോട്ടില്ലെന്ന നിലപാട് ഓൾറെഡി വ്യക്തമായി കഴിഞ്ഞാണ് ട്രംപ്. ഇന്നലെ PDXത്തിൻ്റെ ഒരു പ്രതികരണം വന്നതിൻ്റെ പറഞ്ഞതും ഏറ്റവും കടുപ്പിക്കാനുള്ള തീരുമാനമാണ്. ഒട്ടും പിന്നോട്ടില്ല. ഇറാൻ്റെ തകർച്ച, ഇറാൻ്റെ ഭരണകൂട മാറ്റം, തീവ്ര ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തെ തകർക്കണം, അത് മാറ്റണം, അതാണ് ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ച് തന്നെ ട്രംപ് മുന്നോട്ട് പോവുകയാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി തന്നെ ഇതിനെ കാണണം, അല്ലേ?
അന്തിമമായ നീക്കം ഈ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലം കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്ക് പല സൂചനകളും നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. നേരത്തെ നമുക്കറിയാം ആയത്തുള്ള അലി ഖമേനിയെ കൊല്ലപ്പെടുത്തിയത് മണിക്കൂറുകൾക്കകം എന്ന് തന്നെ പറയാവുന്ന 2 ദിവസത്തിനകം തന്നെ ആയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തിയ ഒരു നീക്കമുണ്ടായി. അത്തരത്തിൽ നിരവധിയായ നേതാക്കളെ കൊലപ്പെടുത്തുന്ന ഒരു നീക്കമുണ്ടായി. അതിശക്തമായ ആക്രമണം ഇറാനിൽ പലയിടങ്ങളിലും നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും പുതിയൊരു ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. 11ഓളം കപ്പലുകൾ, അത് പലതരത്തിൽ അത് മൈനുകൾ നിക്ഷേപിക്കുന്ന അത്തരത്തിലുള്ള ഭീകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന, കടലിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന കപ്പലുകളെല്ലാം തന്നെ അമേരിക്ക തകർത്തിരുന്നു. ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ഒരു തീർച്ചയായും മൂർച്ചയുമേറിയ ഒരു നീക്കം നടത്തിയിരുന്നത്, അല്ലെങ്കിൽ ഒരു കടുത്ത നീക്കം നടത്തിയിരുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൊജ്തബ ഖമേനിയുടെ ഭാഗത്തു നിന്നുണ്ടായ സന്ദേശത്തിലെല്ലാം തന്നെ വായിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ അത് വായിച്ച സന്ദേശത്തിലെല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തത് ഈ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം ശക്തമാക്കുക എന്നാണ്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം ഏതാണ്ട് ദുർബലമായി കഴിഞ്ഞു. ഫ്രണ്ട്ലി നേഷൻസ്, അതായത് ഇറാൻ്റെ സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകളെല്ലാം കടത്തിവിടാമെന്നൊരു നിലപാടിലേക്ക് ഇറാൻ എത്തിയ ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് തന്നെ പല സൂചനകളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതായത് ദുർബലമായ ഒരു സൈനിക സംവിധാനം അവിടെയും അവർക്കുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ പ്രശ്നമായി വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിനെ പൂർണ്ണമായി മോചിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി അതിശക്തമായ സൈനിക നീക്കം നടത്തിയിരുന്നു. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഇന്ന് രാവിലെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കണ്ട വാർത്തയാണ് ഖർക്ക് ദ്വീപിലെ നടപടികൾ. ഖർക്ക് ദ്വീപിലെ സൈനിക സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും പശ്ചാത്തല സൗകര്യങ്ങൾ, അതായത് എണ്ണ കടത്തിക്കൊണ്ടു പോകാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ തകർക്കുകയും എന്നാൽ എണ്ണ സംഭരണശാലകൾ അതുപോലെ തകരാറില്ലാതെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ എല്ലാം തന്നെ ഈ ഇറാൻ്റെ ഭരണകൂട മാറ്റം അടിയന്തരമായി നടപ്പാക്കാനുള്ള അന്തിമഘട്ട ആക്രമണത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ്. 4-5 ആഴ്ചകൾക്കകം യുദ്ധം അവസാനിക്കുമെന്നാണ് നേരത്തെ ട്രംപ് സൂചിപ്പിച്ചിരുന്നത്. അത് ട്രംപും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും അത് സൂചിപ്പിച്ചിരുന്നു. ഈ തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായും അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഒരു അന്തിമ നിഗമനത്തിലേക്ക്, ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അമൽ. യെസ്, വ്യക്തമാണ് ഐസൺ. ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി ഉൾപ്പെടെയുള്ളവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 10 ഇറാൻ നേതാക്കളെ കണ്ടെത്തുന്നവർക്കാണ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. $1 കോടി ഇനാമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരം നൽകുകയായിരുന്നു ഐസൺ ജോസ്.